നമസ്കാരം. ആരാ? കേറി വാ. ആരാ? മനസ്സിലായില്ല സാർ, ഞാൻ DCBC ചാരിറ്റി വരെയാണ്. എന്റെ പോന്റെ അനിയ ചാരിറ്റബിൾ സൊസൈറ്റി ആണെങ്കിൽ എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ ഒരുപാട് ചാരിറ്റി കൊടുക്കുന്നതാണ്. അനിയൻ തൽക്കാലം ഇപ്പം പോ. സാർ തെറ്റിദ്ധരിച്ചതാ. സാർ മാഡം ഇല്ലേ? അനിയന്റെ അടുത്ത് ആരാ പറഞ്ഞ? മാഡം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുന്ന ആളാ ഞാനെന്ന്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒഴിച്ച് മറ്റു പലതും ഞാൻ അനുസരിച്ചിട്ടുണ്ടാവും. പക്ഷെ ഈ പിത്ത അങ്ങനെ അല്ല ഇപ്പൊ. അയ്യോ സാർ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് മാഡം ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചതേ ഉള്ളൂ. എടി, ഈ കൊച്ചൻ പറയുന്നത് ഞാൻ ഭാര്യ പറഞ്ഞ അനുസരിക്കുന്ന ആളാണോ പറയുന്നത്? മാഡം, ഞാൻ DCBC കമ്പനി വരെയാണ്. നമ്മുടെ ഒരു ചാരിറ്റി കമ്പനിയാണ്. നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ സാധാരണക്കാരെ കണ്ടുപിടിച്ച് അവരിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങിക്കാതെ വീട്ടുപകരണങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നാണ് ഈ ചാരിറ്റിയുടെ ഉദ്ദേശം. എടി, അതിന് നമ്മൾ സാധാരണക്കാരാണോ? മിസ്റ്റർ, ഞങ്ങൾ സാധാരണക്കാരൊന്നുമില്ല. നിങ്ങൾ വിട്, നിങ്ങൾ പൊക്കോ. സോറി സാർ. താലിക്കെട്ടിയാൻ ഒരു കിഴിക്കാൻ വെച്ചേരും. നിങ്ങൾ എന്ന മനുഷ്യ ജില്ലാ കളക്ടർ ആയത്? ഈ വീടിന്റെ വാടക കൊടുക്കാൻ പെടുന്ന പാടെ എനിക്കറിയാം. വിളിക്ക മനുഷ്യ അയാളാ. ഹലോ, സോറി അനിയ, ഇവള് പറഞ്ഞപ്പോഴാണ് നിങ്ങളെ കുറിച്ച് ഞാൻ കാര്യമായിട്ട് മനസ്സിലാക്കിയത്. ഈ കോളനിയിൽ സാധാരണക്കാരായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഇല്ലോടി? അതെനിക്കറിയാം ചേട്ടാ. നിങ്ങളെപ്പോലുള്ള സാധാരണ കണ്ടുപിടിക്കാനാണ് DCBC കമ്പനി എന്നെ പോലുള്ള ആൾക്കാർ നിങ്ങൾക്ക് തരുന്നു. DCBC കമ്പനിയുടെ 5000 രൂപ വിലയുള്ള മിക്സി. ചേട്ടാ, 5000 രൂപയുടെ മിക്സി? ഇതിന് ക്യാഷ് ഒന്നും ഞാൻ തരത്തില്ല. 10ന്റെ പൈസ തരത്തില്ല. നിങ്ങൾ 5ന്റെ പൈസ തരണ്ട. ഇത് DCBC കമ്പനിയുടെ 5000 രൂപ വിലയുള്ള മിക്സി ഫ്രീ. ചാരിറ്റി, നിങ്ങൾ ഇതുവഴി എപ്പോ പോയാലും ഇവിടെ കയറണം. ചേട്ടൻ ഇവിടെ ഉറപ്പായിട്ടും ഉണ്ടാവും. ഉണ്ടാവും. DCBC കമ്പനിയുടെ ചാരിറ്റി പ്രവർത്തനം രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടല്ലോ. പിന്നെ താങ്ക് യു. അതെ, നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? സാർ, അനിവാര്യമായ ചോദ്യമാണ് സാർ ചോദിച്ചത്. നമ്മുടെ ചാരിറ്റി എങ്ങനെ നിലനിൽക്കുന്നു? ഫോർ എക്സാമ്പിൾ, തൊട്ടപ്പുറത്തെ വീട്ടിൽ ആ സാധാരണക്കാരെ സാറിന് വെറും 1200 ഫ്ലാസ്ക് ഞാൻ കൊടുത്തപ്പോൾ സന്തോഷം കൊണ്ട് മാത്രം പുള്ളി എനിക്ക് 2500 രൂപ സമ്മാനം നമ്മൾ. അതുപോലെ തൊട്ടപ്പുറത്തെ വീട്ടിൽ ആ 2500 രൂപയുള്ള ഒരു പെഡൽ ഫാൻ കൊടുത്തപ്പോൾ അതും വെറും സന്തോഷത്തിന്റെ പേരിൽ നമ്മുടെ കമ്പനി പുള്ളി തന്നത് 6000 രൂപയാണ് സംഭാവന. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാരിറ്റി സാറിന് തന്നത് 5000 രൂപയുടെ ഒരു മിക്സിയാണ്. ആ പ്രോഡക്റ്റ് സാർ സന്തോഷം കൊണ്ട് കുറഞ്ഞത് 25000 രൂപയെങ്കിലും നമുക്ക് ചാരിറ്റി തരും എന്ന് നമുക്കറിയാം. സുജയ്, നീ അത് പൊട്ടിക്കല്ലേ, ഞാൻ വരുന്നേ. നീ അതിഞ്ഞെടുത്തേ. എന്റെ പൊന്നനിയാ, എന്നാ നിന്റെ ചാരിറ്റിയും വേണ്ട, ഒന്നും വേണ്ട. ഇനി നീ ഇവിടെ